ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബ്രിക്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് നോക്കാം. നമുക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാംസിനെല്ലാം ബ്രിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ ബ്രിക്സ് ഉച്ചകോടി നടന്ന വർഷം 2009. ഇത് ബ്രിക്കായിരുന്നു. അതായത് ബ്രിക്കിലുള്ള രാഷ്ട്രങ്ങൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. 2010 ദക്ഷിണാഫ്രിക്കയെ ഉൾപ്പെടുത്തിയതോടുകൂടിയാണ് അത് ബ്രിക്സായി മാറിയത്. 2010 ദക്ഷിണാഫ്രിക്കയെ ഉൾപ്പെടുത്തിയത്. ഇനി വികസ്വര രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. ബ്രിക്സിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് റഷ്യയിൽ വെച്ചിട്ടാണ്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ഷാങ്ഹായ്, ചൈന. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്കാണ് NDB, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. NDB നിലവിൽ വന്നത് 2014 ജൂലൈ 15. NDBയുടെ ഫസ്റ്റ് ചെയർമാൻ KV കാമത്താണ്. ഇനി നമുക്ക് കുറച്ച് ഉച്ചകോടികളുടെ വെന്യൂ നോക്കാം. 13ാമത് ഉച്ചകോടി 2021 ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു. 2022 ചൈന, 2023 ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക, 2024 കസാൻ, റഷ്യ, 2025 ബ്രസീൽ. നിലവിൽ ബ്രിക്സിൽ 10 മെമ്പേഴ്സാണ് ഉള്ളത്. 2024 ജനുവരി 1 ബ്രിക്സിൽ അംഗമായ രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, ഇറാൻ, എത്യോപ്യ, UAE. ഇനിയുള്ള എക്സാമിന് ചോദിക്കുക ക്വസ്റ്റ്യൻ. 2025 ജനുവരി 6 ബ്രിക്സിൽ അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. അവസാനമായിട്ട് ബ്രിക്സിൽ മെമ്പറായിട്ട് ഇന്തോനേഷ്യയാണ്. ഇപ്പം നിലവിൽ ബ്രിക്സിൽ 10 മെമ്പേഴ്സാണുള്ളത്. ആ മെമ്പേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. കുറേ രാജ്യങ്ങളുടെ പേര് തന്നിട്ട് ബ്രിക്സിൽ അംഗമല്ലാത്ത രാജ്യം ഏതാണെന്നൊക്കെ ചോദിക്കും. ഈ ഇന്തോനേഷ്യയുടെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ കഴിഞ്ഞൊരു എക്സാമിന് റഷ്യയിലെ കസാൻ എന്ന് പറയുന്ന ആ സ്ഥലം എടുത്ത് ചോദിച്ച്. ആ കസാൻ എവിടാണെന്ന് ചോദിച്ച്. അതിൽ ചൈന ഉണ്ടായിരുന്ന ഓപ്ഷൻ, റഷ്യയാണ്. കസാൻ എന്ന് പറയുന്ന റഷ്യയിലാണ്. അതുപോലെ തന്നെ ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ബ്രിക്സിൻ്റെ ലോജിസ്റ്റിക് ഹബ്ബ് നിലവിൽ വരുന്നത് UAEയിലാണ്. അതുപോലെ പ്രസൻറ്റ് ചെയർമാൻ ഓഫ് NDB, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ദിൽമ റൂസഫാണ്. അതുകൂടെ നമുക്ക് വേണേൽ കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ ബ്രിക്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം.